നമസ്കാരം. ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ, PSC, പ്രൈവറ്റ്, സ്ഥിര നിയമനം, താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. LLB ബിരുദധാരികൾക്ക് ഇന്ത്യൻ ആർമിയിൽ ഓഫീസറായി സേവനം ചെയ്യാൻ മികച്ച അവസരം. ഇന്ത്യൻ ആർമി ജഡ്ജ് അഡ്വക്കേറ്റ് ജനറൽ JAG എൻട്രി സ്കീം വഴി ഷോർട്ട് സർവീസ് കമ്മീഷന്റെ ജഡ്ജ് അഡ്വക്കേറ്റ് ജനറൽ ബ്രാഞ്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. നിലവിൽ 10 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവിവാഹിതരായ പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ഓഗസ്റ്റ് 17 വൈകിട്ട് 3 മണി വരെയാണ്. ഒഴിവുകളുടെ എണ്ണം: ആകെ ഒഴിവുകൾ 10. തസ്തിക: ഷോർട്ട് സർവീസ് കമ്മീഷൻ ജഡ്ജ് അഡ്വക്കേറ്റ് ജനറൽ, JAG ബ്രാഞ്ച്. വിദ്യാഭ്യാസ യോഗ്യത: അംഗീകൃത സർവകലാശാലയിൽ നിന്ന് 3 വർഷമോ 5 വർഷമോ ദൈർഘ്യമുള്ള LLB ബിരുദം കുറഞ്ഞത് 55% മാർക്കോടെ വിജയിച്ചിരിക്കണം. കൂടാതെ ബാർ കൗൺസിലിൽ അഭിഭാഷകനായി രജിസ്റ്റർ ചെയ്യുവാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. ക്ലാറ്റ് PG 2026 പരീക്ഷയിൽ സാധുവായ സ്കോർ നിർബന്ധമാണ്. മറ്റു വർഷങ്ങളിലെ ക്ലാറ്റ് PG സ്കോറുകൾ പരിഗണിക്കില്ല. പ്രായപരിധി: 2027 ജനുവരി 1 21 മുതൽ 27 വയസ്സ് വരെയായിരിക്കണം. അതായത് 2000 ജനുവരി 2 മുതൽ 2006 ജനുവരി 1 വരെ 2 തീയതികളും ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. തെരഞ്ഞെടുപ്പ് രീതി: ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്ന് ക്ലാറ്റ് PG 2026 സ്കോറിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. തുടർന്ന് സർവീസ് സെലക്ഷൻ ബോർഡ് SSB അഭിമുഖം, മെഡിക്കൽ പരിശോധന, SSB മാർക്കിന്റെ അടിസ്ഥാനത്തിലുള്ള മെറിറ്റ് ലിസ്റ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ നിയമനം നടത്തുക. പരിശീലനം: തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ചെന്നൈ ഓഫീസേഴ്സ് ട്രെയിനിംഗ് അക്കാദമിയിൽ OTA ചെന്നൈ പരിശീലനം ലഭിക്കും. പരിശീലന കാലയളവിൽ പ്രതിമാസം 56,100 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. ശമ്പളം: പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം ലഫ്റ്റനന്റ് റാങ്കിലാണ് നിയമനം ലഭിക്കുക. ശമ്പളം: ലെവൽ 10 56,100 രൂപ മുതൽ 1,77,500 രൂപ വരെ. മിലിറ്ററി സർവീസ് പേ 15,500 പ്രതിമാസം. മറ്റ് അലവൻസുകൾക്ക് അർഹത അനുസരിച്ച്. ഇതോടെ വാർഷിക വരുമാനം ഏകദേശം 17 മുതൽ 18 ലക്ഷം വരെ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 2026 ഓഗസ്റ്റ് 17 വൈകിട്ട് 3 മണി. എങ്ങനെ അപേക്ഷിക്കാം? യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്ത്യൻ ആർമിയുടെ ഔദ്യോഗിക റിക്രൂട്ട്മെന്റ് പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. ശ്രദ്ധിക്കുക: അപേക്ഷിക്കുന്നതിന് മുൻപ് ഔദ്യോഗിക വിജ്ഞാപനം വിശദമായി വായിച്ച് യോഗ്യത, രേഖകൾ, തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ എന്നിവ ഉറപ്പാക്കുക. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.